തിരുവിതാംകൂർ കോതമംഗലത്ത് നിന്നും 50കളിൽ മലബാറിലേക്ക് കുടിയേറി മണിമൂളിയിൽ എത്തിച്ചേർന്നവരാണ് താഴത്തേടത്ത് കുടുംബാംഗങ്ങൾ. പരേതരായ ചാക്കോ പൈലിയിലൂടെയും അന്നമ്മ പൈലിയിലൂടെയും വളർച്ചയാരംഭിച്ച ഈ കുടുംബവൃക്ഷം അവരുടെ 7 മക്കളിലൂടെയും അനന്തര തലമുറകളിലൂടെയും വളർന്ന് ആ തനിമയാർന്ന സംസ്കാരം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്ന് വേരാഴ്ത്തിയിരിക്കുന്നു. ദൈവവിളി ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട സിസ്റ്റർ ബ്രിജീത്തയുടെയും സിസ്റ്റർ ഗ്രേസ് മാത്യുവിൻ്റെയും സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കായുള്ള ഈ കൂട്ടായ്മയിൽ ചിലരെയെങ്കിലും സ്മരിക്കാതെ ഇത് പൂർണ്ണമാവില്ല. നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നവർ, എന്നാൽ നമ്മിൽ നിന്ന് വേർപെട്ടവർ. ശ്രീ ചാക്കോ പൈലി, ശ്രീമതി അന്നമ്മ പൈലി, ശ്രീ മാണി കുമ്പാട്ട്, ശ്രീമതി അന്നക്കുട്ടി കുമ്പാട്ട്, ശ്രീ മാത്യു വെട്ടത്ത്, ശ്രീമതി ത്രേസ്യക്കുട്ടി വെട്ടത്ത്, ശ്രീ ടി ടി തോമസ്, ശ്രീമതി ഗ്രേസി ജോർജ്, ശ്രീ ടി പി ജോസുകുട്ടി, തങ്കച്ചൻ എന്ന് വിളിച്ച ശ്രീ പൈലി കുമ്പാട്ട്, കുഞ്ഞമ്മ എന്ന് വിളിച്ച ശ്രീമതി കെ എം മേരി. താങ്ങായിരുന്നവർ, തണലേകിയവർ, കരുത്തായിരുന്നവർ, കരുതലേകിയവർ, ഏവർക്കും പ്രണാമം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ബ്രിജിത്ത് പൈലി ദൈവിക സേവനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു. സിസ്റ്റർ ബ്രിജിത്തിന്റെ ജീവിതപാതയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കുടിയേറ്റ കർഷകരായ താഴത്തേടത്ത് ചാക്കോ പൈലിയുടെയും അന്നമ്മ പൈലിയുടെയും 7 മക്കളിൽ 6ാമത്തെ മകളായി 1951 മാർച്ച് 6 കോഴിക്കോട് ജില്ലയിലെ കുപ്പായക്കോട് ജനിച്ചു. ബ്രിജീത്തയുടെ പ്രാഥമിക വിദ്യാഭ്യാസം കണ്ണോത്ത് സ്കൂളിൽ പൂർത്തിയാക്കിയതിനു ശേഷം ആ കുടുംബം മലപ്പുറം ജില്ലയിലെ മണിമൂളിയിലേക്ക് താമസം മാറി. മണിമൂളി ക്രൈസ്റ്റ് കിങ് സ്കൂളിൽ നിന്നും 1967 SSLC പാസ്സായതിനു ശേഷം തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ ബ്രിജീത്ത ഗുഡ് ഷെപ്പേർഡ് കോൺവെന്റിൽ ചേരാനായി തീരുമാനിച്ചു. 5 വർഷത്തെ ദൈവിക പഠനം ജർമ്മനിയിൽ പൂർത്തിയാക്കി 1972 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ബാംഗ്ലൂർ പ്രൊവിൻസിൽ ചേർന്ന് സന്യാസ പഠനം തുടർന്നു. 1975 മെയ് 30 പ്രാഥമിക വ്രതവാഗ്ദാനമെടുത്ത് തൻ്റെ സമർപ്പിത ജീവിതം ആരംഭിച്ചു. ആദ്യത്തെ 1 വർഷം മുംബൈയിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം സിസ്റ്റർ ബ്രിജീത്ത് ബാംഗ്ലൂരുള്ള സെന്റ് മൈക്കിൾസ് കോൺവെന്റിലേക്ക് മാറുകയും അനാഥരും പാവപ്പെട്ടവരുമായ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. 3 വർഷത്തെ സേവനത്തിനും 1 വർഷത്തെ ദൈവിക ശാസ്ത്ര ഉപരിപഠനത്തിനും ശേഷം 1980 മെയ് 30 ബാംഗ്ലൂരിലെ ഗുഡ് ഷെപ്പേർഡ് കോൺവെന്റിൽ വെച്ച് നിത്യവ്രതം സ്വീകരിച്ചു. തൻ്റെ വൈവിധ്യമാർന്ന സേവനപാതയിൽ സിസ്റ്റർ ബ്രിജീത്ത് വിവിധ നേതൃത്വ പദവികൾ വഹിക്കുകയും ഒട്ടനവധി സ്ഥലങ്ങളിൽ
സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുംബൈയിൽ വെച്ച് സോഷ്യൽ വർക്കിൽ ബിരുദം, ചെന്നൈയിലെ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിശീലനവും, റായ്ചൂരിലെ ഗ്രാമപ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പുതുതായി സമർപ്പിത ജീവിതത്തിലേക്ക് വരുന്നവരുടെ പരിശീലനം എന്നിവ ഏതാനും ഉദാഹരണങ്ങളാണ്. ഫിലിപ്പീൻസിൽ മതപരമായ പരിശീലനത്തിനായുള്ള വർക്ക്ഷോപ്പ്, ഇംഗ്ലണ്ടിൽ 1 വർഷത്തെ നേതൃത്വ പരിശീലനം എന്നിവ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ പരിശീലനം നേടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 2009 മുതൽ 2013 വരെ ബാംഗ്ലൂരിലെ പ്രശസ്തമായ സെന്റ് മാർത്താസ് ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു. 2 തവണ കോൺഗ്രിഗേഷന്റെ ഇന്ത്യൻ നേപ്പാൾ പ്രൊവിൻഷ്യലായി പ്രവർത്തിച്ചു. 2015 മുതൽ 2022 വരെ റോമിൽ ജനറൽ കൗൺസിലായി പ്രവർത്തിച്ചതിനു ശേഷം ഇപ്പോൾ സെന്റ് മാർത്താസ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സുമാരുടെ ഹോസ്റ്റലിൽ വാർഡനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. 50 വർഷത്തെ ധന്യമായ സന്യാസ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ബ്രിജിത്തിന് ഞങ്ങൾ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. തുടർന്നും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് സേവനപാതയിൽ ജ്വലിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ഗ്രേസ് മാത്യു. സമർപ്പിത ജീവിതത്തിൻ്റെ നിറവിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ഗ്രേസ് മാത്യുവിന് താങ്ങും തണലും വഴികാട്ടിയുമായി വർത്തിച്ച സർവേശ്വരന് നന്ദി പറയുന്നു. സിസ്റ്റർ ഗ്രേസിൻ്റെ ജീവിത ഇടകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. വെട്ടത്ത് മാത്യുവിൻ്റെയും ത്രേസ്യക്കുട്ടിയുടെയും 7 മക്കളിൽ ഏറ്റവും മൂത്ത മകളായി 1955 ഒക്ടോബർ 16 കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ കുപ്പായക്കോട് ജനിച്ചു. കുടുംബം കണ്ണൂർ ജില്ലയിലെ അടയ്ക്കാത്തോട്ടിൽ താമസമാക്കിയപ്പോൾ 1962 മുതൽ 1966 വരെ അടയ്ക്കാത്തോട് പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി. മണിമൂളിയിലെ ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂളിലും കേളകം മഞ്ഞളാമ്പുറം സ്കൂളിലുമായി അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം 1972 കേളകത്തെ സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നും SSLC പാസ്സായി. 1972 ഓഗസ്റ്റിൽ പ്രസന്റേഷൻ കോൺഗ്രിഗേഷനിൽ ചേർന്നു സമർപ്പിത ജീവിതം ആരംഭിച്ചു. 3 വർഷത്തെ ദൈവിക പഠനത്തിനു ശേഷം 1975 മെയ് 31 പ്രാഥമിക വ്രതവാഗ്ദാനം നൽകി. 1975 മുതൽ 1980 വരെ പ്രൊവിഡൻസ് വുമൺസ് കോളേജിൽ പഠിച്ച് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കി. 1981 മെയ് 28 നിത്യവ്രതം സ്വീകരിച്ചു. 1981-82 കാലയളവിൽ മംഗലാപുരത്തെ സെന്റ് ആൻസ് കോളേജിൽ നിന്ന് BEd നേടി. BEdന് ശേഷം പെരിന്തൽമണ്ണയിലെ പ്രസന്റേഷൻ സ്കൂളിലും കോഴിക്കോട് പ്രസന്റേഷൻ സ്കൂളിലും അധ്യാപികയായി 5 വർഷത്തോളം പ്രവർത്തിക്കുകയും അനേകം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വഴികാട്ടിയാവുകയും ചെയ്തു. 1986 ബാംഗ്ലൂരിൽ 1 വർഷത്തെ ആത്മീയ പരിശീലനത്തിന് ശേഷം വീണ്ടും പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു. 1991 മുതൽ 3 വർഷത്തോളം ചേവായൂരിലെ പ്രസന്റേഷൻ കോൺവെന്റിൽ സുപ്പീരിയറായും പിന്നീട് 3 വർഷത്തോളം റീജിയണൽ കൗൺസിലറായും സേവനമനുഷ്ഠിച്ചു. 1994 മുതൽ 2011 വരെ ദേവഗിരിയിലെ സാവിയോ സ്കൂളിൽ അധ്യാപികയായി. പിന്നീട് 3 വർഷങ്ങൾ പെരുമ്പുന്നയിലെ പ്രസന്റേഷൻ കോൺവെന്റിൽ കാൻഡിഡേറ്റുകൾക്കുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും 2014 മുതൽ 2017 വരെ സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് 5 വർഷത്തോളം മൈസൂരിൽ പ്രവർത്തിച്ച സിസ്റ്റർ നവജ്യോതി സോഷ്യൽ സർവീസ് സെന്ററിലും പ്രസന്റേഷൻ വിദ്യാഭവനിലും ട്യൂഷൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയും കമ്മ്യൂണിറ്റി അനിമേറ്ററായി സാമൂഹ്യ സേവനം നടത്തുകയും ചെയ്തു.
2022-24 കാലയളവിൽ ചേവായൂരിലെ പ്രസന്റേഷൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ കമ്മ്യൂണിറ്റി സെക്രട്ടറിയായി അനുബന്ധ ചുമതലകൾ ഏറ്റെടുത്തു. ഇപ്പോൾ സിസ്റ്റർ ഗ്രേസ് മൈസൂർ പ്രസന്റേഷൻ സ്കൂളിൽ ലൈബ്രറിയനായും വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ടീച്ചറായും പ്രവർത്തിച്ചു വരുന്നു. സിസ്റ്റർ ഗ്രേസ് മാത്യുവിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളും ആത്മീയ സാമൂഹ്യ സേവനങ്ങളും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ സുവർണ ജൂബിലി വേളയിൽ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.